സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. PSC എന്നുള്ളത് എങ്ങനെ ക്രാക്ക് ചെയ്യണോ എന്ന് അറിയാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. പാരൻസിനെ എങ്ങനെയെങ്കിലും അവരെ ജോലിക്ക് വിടാതെ നമുക്ക് അവരെ നോക്കണം എന്നുള്ളത്. ജംഷീന ഇപ്പോൾ ഗവൺമെൻറ് GHSS കരുവാരകുണ്ടിൽ HSA ഇംഗ്ലീഷായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് കൂലിപ്പണിക്കാരായ പാരൻസിൻ്റെ 4 പെൺകുട്ടികളിൽ ഒരാളാണ്. അന്ന് തൊട്ടേ ഉള്ള മനസ്സിലുള്ള ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് പാരൻസിനെ എങ്ങനെയെങ്കിലും അവരെ ജോലിക്ക് വിടാതെ നമുക്ക് അവരെ നോക്കണം എന്നുള്ളത്. കല്യാണം കഴിക്കാതെ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു അന്നത്തെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ BA ഇംഗ്ലീഷായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു സമയത്ത് എനിക്ക് ഫോഴ്സ്ഫുള്ളി മാരേജ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്ത് പഠിക്കാൻ വിട്ട് ഞാൻ ഡിഗ്രിയും BEdും PG ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം വളരെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല മാർക്കിൽ കംപ്ലീറ്റ് ചെയ്തു. സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. PSC എന്നുള്ളത് എങ്ങനെ ക്രാക്ക് ചെയ്യണോ എന്ന് അറിയാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. BEd കഴിഞ്ഞ് വന്ന് ആദ്യത്തെ മോളെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യത്തെ ഒരു HSST വിളിക്കുന്നത്. വിളിക്കുന്നതെന്നല്ല, അതിൻ്റെ ആ ഒരു പരീക്ഷൻ്റെ ഒരു സമയം ആ ടൈമിലാണ്. അപ്പോൾ പിന്നെ അതിന് കാര്യമായിട്ടൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് പോലും ഞാനൊരു 64 കറക്റ്റ് ചെയ്ത്, പക്ഷെ മൈനസ് പോയിട്ട് എനിക്ക് ആ ലിസ്റ്റിൽ സപ്ലിയിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അപ്പോൾ ആ ഒരു നിമിഷമാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് അടുത്തൊരു ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് കയറി പറ്റുക എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണ് എനിക്കൊരു ഗൈഡൻസ് ഇല്ലാണ്ട് നടക്കൂല എന്ന് തോന്നിയത്. അപ്പോഴേക്കും ഞാനൊരു കുറച്ചും കൂടി സ്റ്റേജൊക്കെ കഴിഞ്ഞ് 2ാമത്തെ മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അതിൽ ഞാൻ എയ്സിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് എല്ലാവരും പറഞ്ഞു കേട്ട് ഏറ്റവും നല്ല ബാച്ചാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഏറ്റവും വിശ്വസ്തയോടു കൂടി ചേരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു കേട്ടതും ഞാൻ അന്വേഷിച്ചറിഞ്ഞതുമായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു പരീക്ഷ എഴുതേണ്ടത്, അതുവരെ എനിക്കറിയില്ല. PSC എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെയാണ് എഴുതുക, OMR എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, മൈനസ് എങ്ങനെ കുറക്കാം എന്നുള്ള ഒരു കാരണം അറിയാതെ ഞാൻ പോയി എഴുതിയ ഒരു HSSTയിൽ എൻ്റെ ഫെയിലിയർ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നീട് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ആ സമയപ്പോഴത്തേന് കൊറോണ വന്നു. പിന്നെ അത് നമ്മൾ എയ്സ് ഓൺലൈനായിട്ട് പിന്നെ നമുക്കിത് തരാൻ തുടങ്ങി. നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൽ സൺഡേ ബാച്ചായിരുന്നു ജോയിൻ ചെയ്തത്. അത് ഓൺലൈനായിട്ട് തരാൻ തുടങ്ങി. ഒരു വർഷത്തോളം അവരൊരു സെയിം ഫീസിൽ 1 വർഷത്തോളം ഞാൻ ഇരുന്ന് ഓൺലൈൻ ആപ്പ് വഴി ഉപയോഗിച്ചിട്ട്, എയ്സിൻ്റെ ആപ്പ് വഴി ഉപയോഗിച്ചിട്ട് നല്ല പോലെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ മോള് വളരെ ചെറുതാണ്. ആ സമയത്ത് എങ്ങനെയാണ് അവളെ വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം പാൽ കുടിക്കുന്ന ടൈമാണ്, ഒരു 1.5 വയസ്സായിട്ടുള്ളൂ. ഇതിന് ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിനെ വെച്ചിട്ട് പഠിക്കുക എന്നുള്ള തോന്നലിൽ ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്ത്, എയ്സിൻ്റെ തന്നെ ഗ്രൂപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമുക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് നോക്കി പഠിച്ച് പരീക്ഷകൾ എഴുതി, അന്ന് ഓൺലൈനായിട്ട് തന്നെ അവർക്ക് പരീക്ഷ എഴുതാനൊക്കെയുള്ള സൗകര്യം ഓൺലൈൻ വഴി നമുക്ക് ഒരുക്കി തന്നു. അപ്പം അങ്ങനെയും ചെയ്യും. പോരാത്തതിന് നമ്മളെ വക എഫേർട്ട് എടുത്തിട്ട് നമ്മൾ തനിയെ ഒരു ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിരുന്നിട്ടും ചെയ്യും. അങ്ങനെ ഒരു വർഷത്തോളം ഉറക്കില്ലാതെ പഠിച്ച് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു HST ഇംഗ്ലീഷായിട്ട് ഒരു 21ാമത്തെ റാങ്കിൽ വന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇതിൽ കൂടാതെ ഞാൻ HSST ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആ ഒരു പോസ്റ്റിലേക്കും എനിക്ക് ജൂനിയർ പോസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. VHSC ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. അതിലാകെ 72 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. അതിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ എനിക്ക് എയ്സിൻ്റെ ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ജോയിൻ ചെയ്ത് അതിൻ്റെ ആ ഒരു ബേസിൽ മാത്രം ഞാൻ അച്ചീവ് ചെയ്ത നേട്ടങ്ങളാണ്. എനിക്കതിൽ എയ്സിനോട് നല്ല പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്.